കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യ സാർ. ഇനിയിപ്പോ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് സാർ, ഇവര് പുറത്തേക്ക് പോയി, പക്ഷെ എന്നാലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജ്വരവും നിങ്ങളുടെ ഗൈഡ് ലൈനിൽ ഇങ്ങനെയുണ്ട്. അവരുടെ വിദഗ്ധരുടെ അഭിപ്രായം ചോദിക്കട്ടെ. അപ്പൊ അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ ഇത് മാറ്റാനായിട്ട് കഴിയുമോ? ചർച്ച ചെയ്യാലോ സാർ. അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഈ കിണറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ക്ലോറിനേഷന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ സാർ. ഇന്ന് ഞാൻ കാണുന്നത് ഡിവൈഎഫ്ഐ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സാർ. അത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം സാർ, അതിൽ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ആ നിലയിൽ അവർ കണ്ടത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബഹുമാനപ്പെട്ട ഈ സഭയോടും സാർ, ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് സാർ? അല്ലെങ്കിൽ ഇത് മസ്തിഷ്ക മരണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുമായിരുന്നു സാർ. കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗ്ലേറിയ ആണെങ്കിൽ സാർ 98% മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ. അതുപോലെ സാർ അക്കാൻഡമീബ മൂലമുള്ള മസ്തിഷ്ക ജ്വരങ്ങളാണ് എങ്കിൽ സാർ, അത് അവിടെ നിന്ന് ഒരു 60% മുകളിൽ മോർട്ടാലിറ്റി ഉള്ള രോഗത്തെ അതിൽ നിന്ന് ആളുകളെ ഇപ്പൊ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞു 24% ഈ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാർ. അതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. അതിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ളവ അത് തയ്യാറാക്കിയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നമുക്ക് അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാർ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, അതുപോലെ പാറക്കുളങ്ങൾ ഇവിടെ നീന്തരുത്. അതോടൊപ്പം മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല. മൂക്കിലേക്ക് വെള്ളം കയറുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. സ്വിമ്മിംഗ് പൂളുകൾ, അതോടൊപ്പം മറ്റ് വാട്ടർ തീം പാർക്കുകൾ, ഇവിടങ്ങളിലെ പൂളുകൾ അവ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. അവിടെ രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം. ഇതെല്ലാം സാർ ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി പറയട്ടെ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് തദ്ദേശ വകുപ്പും ഹരിത വകുപ്പും അതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സാർ ഈ അറിയാതെ പോകുമായിരുന്ന, ചികിത്സിക്കപ്പെടാതെ മരണത്തിലേക്ക് പോകുമായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സ്വീകരിച്ച് തന്നെ സാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത്.